നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ അടിയനിതാ യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ. Hallelujah. When we are saying adiyan or bond servant, നമ്മളിവിടെ അടിയനിത എന്ന് മലയാളത്തിൽ പറയുമ്പോൾ earlier I used to think we are children of God. Why do we say bond servant? നമ്മൾ മക്കളെന്തിനാ ദാസനാണ് എന്ന് പറയുന്നത്? The word bond servant, ഈ ബോൺ സെർവന്റ് എന്ന വാക്ക് ദാസൻ, this is the word we spoke last week. Today also I am going to continue there. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊക്കെ ബോൺ സെർവന്റ് ദാസനായ എന്ന് പറയുന്നുണ്ട്, മക്കളല്ലേ. Simon Peter, a bond servant and apostle of Jesus Christ. പത്രോസിന്റെ ലേഖനം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനും ബോൺ സെർവന്റും അപ്പോസ്തലനുമായ പത്രോസും. There is a difference between a servant and a bond servant. ഒരു സാധാരണ ദാസനും ബോണ്ട് സെർവന്റ് മലയാളത്തിൽ. How does it start? In 2 Peter chapter 1. 2 പത്രോസ് 1 ആരംഭിക്കുന്നത് വായിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്. So the word is not a slave, it is a bond servant. അവിടെ അടിമ എന്ന പദമല്ല, ഒരു ഉടമ്പടിയായ ബോണ്ടുള്ള ഒരു സെർവന്റ്. അത് പഴയ നിയമത്തിൽ Meaning to say a servant in the Old Testament, he is a slave who's bought into the house. ഒരു വീട്ടിലേക്ക് ഒരു ഉടമ വാങ്ങിക്കൊണ്ടുവന്ന ഒരു അടിമ. But in the year of Jubilee, he is set free. യോവേൽ സംവത്സരത്തിൽ ന്യായപ്രമാണം അനുസരിച്ച് അവരെ ഫ്രീ ആയിട്ട് വിടണം. Now he is no longer the slave of the house, but he can now go free. ഇപ്പോൾ തുടർന്ന് താൻ ആ വീട്ടിലെ അടിമയല്ല, തനിക്ക് സ്വാതന്ത്ര്യമായി എവിടെ വേണേലും പോവാം. But this slave who has lived with the master for so long, loves the master so much, he tells the master, I am not going. എന്നാൽ ഒരു നല്ല ഉടമയാണെങ്കിൽ, അത്ര സ്നേഹവാനായ ഒരു ഉടമയുടെ കൂടെ നിന്ന ഈ അടിമ സ്വയം തിരഞ്ഞെടുക്കുകയാണ്, എനിക്ക് പോകണ്ട, 12 വർഷം ഞാൻ അങ്ങേ സേവിച്ചിട്ട് അങ്ങേ പോലെ നല്ലൊരാളെ ഞാൻ കണ്ടിട്ട്. And so what happens is the master takes him to the doorstep and pierces his ear to the doorpost with a nail. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇനി പോകുന്നില്ല, അങ്ങേ എന്നും സേവിച്ചോളാം എന്ന് പറഞ്ഞാൽ ഈ ഉടമ അടിമയെ കട്ടളക്കാലയിൽ കൊണ്ട് അവന്റെ കാത് തുളയ്ക്കണമെന്നാണ്. And then whenever someone sees this mark, they will say, this is the bond servant of someone. എവിടെയെങ്കിലും ഒരു അടിമയ്ക്ക് ഇവിടെ ഒരു തുള കാണുമ്പോൾ, സുഷിരം കാണുമ്പോൾ, അപ്പോളെ മനസ്സിലാവും ഇവനെ ഇനി എനിക്ക് മേടിക്കാനൊക്കത്തില്ല, ഒരാൾക്ക് സ്ഥിരമായി സമർപ്പിക്കപ്പെട്ടവൻ. Same way, bond servant means I have become a servant by my will. അവിടെ ബോൺ സെർവന്റ് എന്ന് പറഞ്ഞാൽ എന്നെ ആരും പിടിച്ചടിമയാക്കിയതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ആ യജമാനന്റെ നന്മ കൊണ്ട് ഇനി അങ്ങയെ സേവിക്കുന്നുള്ളെന്ന് പറഞ്ഞ് സമർപ്പിച്ചു. We are children of God. നമ്മൾ ദൈവമക്കൾ തന്നെയാണ്. But we are servants of God. എന്നാൽ നമ്മൾ ഇതുപോലെ സ്വയം സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഇഷ്ടത്തിൽ ഈ യജമാനെ സേവിക്കാൻ. We are not serving for money or for our existence. We are serving out of love. ഈ കർത്താവിനെ നമ്മൾ സേവിക്കുന്നത് ശമ്പളം കിട്ടാനോ നമ്മളൊക്കെ നമ്മുടെ നിലനിൽപ്പിനോ അല്ല, മറിച്ച് നമ്മൾ സേവിക്കുന്നത് അവിടുന്ന് നമ്മളോട് കാണിച്ച സ്നേഹത്തിൽ. Just like our own children. അങ്ങനെയാണല്ലോ നമ്മുടെ മക്കളും. Children in our house, Ronak, Rohit and Roshna, now Sarah also. When I go to their house, I can say, bring me water. They take care of me. എൻ്റെ 4 മക്കൾ
എൻ്റെ വീട്ടിൽ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർക്കതിനൊന്നും വേണ്ട. അവർ സന്തോഷത്തോടെ ഓടി പപ്പായ്ക്ക് കൊണ്ട് തരികയാണ്. They are doing the act of a servant, but truly they are children, my children. വാസ്തവത്തിൽ കുഞ്ഞുങ്ങൾ മക്കളാണ്, പക്ഷെ ഇപ്പോൾ പ്രവൃത്തി കൊണ്ട് ഒരു ദാസ്യ വേല ചെയ്യുകയാണ്. Today we are children of God, like God, having authority and every goodness of God in us, yet we serve Him as children. നമ്മൾ ദൈവത്തിൻ്റെ വീട്ടിലെ മക്കളാണ്. ആ മക്കളായ നമുക്ക് പിതാവിൻ്റെ എല്ലാ അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. എന്ത് പ്രവൃത്തിയും ആ പിതാവിൻ്റെ അതേ ലെവലിൽ ചെയ്യാം. പക്ഷേ ഈ സ്നേഹവാനായ പിതാവിന് അടിമകളെ പോലെ സ്വയം സമർപ്പിച്ച് നമ്മൾ Many time what happens is that this word confuses people, and that is why ministers of God make it a false humility to say I am only a servant. ഇവിടെ ഈ കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെയുള്ള പദം എടുത്തിട്ട് ചില ശുശ്രൂഷകർക്ക് അതിൻ്റെ കാര്യം മനസ്സിലാകാതെ മനസ്സിനകത്ത് ഞാനൊരു കർത്താവിൻ്റെ വളരെ എളിയ ദാസനാണ് എന്നൊക്കെ പറയുമ്പം ആ ഒരു വേലക്കാരൻ മട്ട മനസ്സിൽ പോകും. It is just like David said, it is good even if I am allowed in the doorstep of your house. അതുപോലെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, കർത്താവേ നിന്റെ വാതിൽ കാവൽക്കാരനാകുന്ന എനിക്ക് ഇഷ്ടം. No, we are children with all the privilege, yet we serve Him and we take care of us as children of God. നമ്മൾ ദൈവത്തിൻ്റെ വീട്ടിലെ എല്ലാ അവകാശമുള്ള പരിപൂർണ അവകാശങ്ങളുള്ള മക്കൾ തന്നെയാണ്. പക്ഷെ അത്രമേൽ നമ്മളെ സ്നേഹിച്ച ഈ പപ്പായ്ക്ക് നമ്മൾ എന്ത് ചെയ്യാനും തയ്യാറാണ്. We sit with Him, we talk, or we sit on the dining table and have lunch together. We sit together and talk together. We have fellowship. Yet when I say I want water, they will rush to get me water as a എൻ്റെ servant. മക്കള് എൻ്റെ കൂടെ അവർ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നു, താഴ്ന്നല്ല. എൻ്റെ കൂടെ അവർ സംസാരിക്കും, എൻ്റെ കൂടെയാണ് അവർ. പക്ഷേ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറയുമ്പോൾ അവർ ഓടുന്ന ഓട്ടം കാണാം. They just like a servant they are running. ഒരു ദാസനെ പോലല്ല, ദാസനേക്കാളും താല്പര്യത്തിൽ അവർ ഓടുന്നു. But they are not servant, they are children. അവർ മക്കൾ തന്നെയാണ്. Same way, അതുപോലെ anyone in Christ Jesus, യേശു ക്രിസ്തുവിലായ ഓരോ വ്യക്തിയും, those who have received eternal life, നിത്യജീവൻ അവരുടെ ഉള്ളിൽ വന്ന ഓരോരുത്തരും, you are seated with Christ in heavenly places, having a fellowship with Father, having a fellowship with Jesus. Yet in this earth, when you are serving God, you are serving like a faithful bond servant. പിതാവിനോട് കൂടെ, പുത്രനോട് കൂടെ, പരിശുദ്ധാത്മാവോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ആ പുത്രന്റെ കൂടെ തന്നെ ഇരുത്തപ്പെട്ടിരിക്കുക സ്പിരിച്വലി. എന്നാൽ ഈ ഭൂമിയിൽ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു ദാസനെ പോലെ, കാത് തുളയ്ക്കപ്പെട്ട അടിമയെ പോലെ ഞാൻ ഓടാൻ. In all faithfulness, in all sincerity, in all love, we serve God. We preach the gospel. We say whatever is possible so that we can tell the whole world that there is a good Father who loves you. പൂർണ്ണ വിശ്വസ്തയോടെ, പൂർണ്ണ ആത്മാർത്ഥതയോടെ, പൂർണ്ണ ശക്തിയോടെ ഈ കർത്താവിന് വേണ്ടി, ഈ പിതാവിന് വേണ്ടി ലോകം മുഴുവൻ നടന്ന് ഇങ്ങനൊരു നല്ല കർത്താവ് നിങ്ങൾക്കുണ്ടെന്ന് പറയാൻ എന്തും ചെയ്യാൻ മക്കളായ നമ്മളെ തയ്യാറാണ്. And that is why when Jesus come, you have become child, or now you have the mind of Christ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മക്കളായി കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ലഭിച്ചിരിക്കുക. And the mind of Christ, the book of Philippians says, what is the mind of Christ? That you take care of the interest of others more than yours. ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് നമ്മൾ ഫിലിപ്പ് ലേഖനം 2 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരുന്നിട്ടും ദാസരൂപമെടുത്തു, മറ്റുള്ളവരുടെ ഇഷ്ടം ചെയ്യുവാനായി സ്വയം സമർപ്പിച്ചു. And that is why when others are burdened, you are burdened, because you want to serve them, you want to see them in joy. അതുകൊണ്ടാണ് മറ്റൊരാൾ വേദനപ്പെടുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ വേദനപ്പെടുക, അവിടെ അവരുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വേല നമ്മൾ ചെയ്യും. And that is the mind of Christ, അതായിരുന്നു ക്രിസ്തുവിന്റെ മനസ്സ്, which we have received when we received Jesus as our Lord and Savior. യേശുവേ അങ്ങന്റെ കർത്താവായി വരണമേ എന്ന് പറഞ്ഞ നിമിഷം ആ ക്രിസ്തു നമ്മളിൽ വന്നതോടെ ആ ക്രിസ്തുവിന്റെ മനസ്സ് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള ഒരു ദാസ്യ മനസ്സൂടെ കിട്ടും. And that is the mind of Christ, which is the inner man. And there is another thing fighting against this, which is the mind of the fleshy mind, which the book of Colossians says. ഇതാണ് ക്രിസ്തുവിന്റെ മനസ്സെങ്കിൽ, ദാസനെ പോലെ സേവ ചെയ്യുന്നതാണെങ്കിൽ, മറുഭാഗത്ത് നമുക്ക് ജഡമനസ്സുണ്ട്. അത് ഈ നല്ല മനസ്സിനോട് എപ്പോഴും എതിരിടുന്ന ഒരു ചിന്ത
നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. So the spiritual battle is not in the air, the spiritual battle is within you, or it is in the mind between these two ears. വാസ്തവത്തിൽ നമ്മളുടെ ഈ ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് ഏതോ അന്തരീക്ഷത്തിലെ ഏതോ ശക്തികളുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ക്രിസ്തുവിന്റെ മനോഭാവമുള്ള മനുഷ്യനെ അത് ചെയ്യിക്കാതെ നമ്മുടെ മൈൻഡിനകത്ത് വേറൊരു ചിന്താഗതി പ്രവർത്തിക്കുന്നുണ്ട്. ഇവ തമ്മിലുള്ള യുദ്ധമാണ് നല്ല പോരാട്ടം. That is where the two things come very powerful. Number one, the word of God. Number two, the Holy Spirit who helps us to understand the word of God. ഈ യുദ്ധത്തിൽ നമ്മളെ ജയിക്കാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് ശക്തമായ കാര്യങ്ങൾ: ഒന്ന് ദൈവത്തിന്റെ വചനം, രണ്ട് പരിശുദ്ധാത്മാവ്. If you understand who you are in Christ Jesus, you will always seek the possibility that I am hiding in him. It is not my strength. I will stand in the strength of the Lord. അങ്ങനെ ഈ വചനം മനസ്സിലാക്കുമ്പോഴാണ് വചനത്തിൽ പറഞ്ഞ യേശു ആരാ, യേശുവിന്റെ മനോഭാവം എന്തുവാ, മാത്രമല്ല എൻ്റെ നിലനിൽപ്പ് എൻ്റെ ശക്തി അല്ല, എനിക്കൊരു മറവിടമുണ്ട്, ആ കർത്താവിന്റെ ശക്തിയിലാണ് ഞാൻ നിൽക്കുന്നത്. That is why the Bible says he is the author and perfecter of our faith. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത് അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനുമാണ്, അതിനെ പൂർത്തീകരിക്കുന്നത്. He gave us his faith, and now he is perfecting the faith daily as we go into the word and have fellowship with the Holy Spirit. ആ കർത്താവ് തന്റെ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അതേ വിശ്വാസമാണ് നമ്മുടെ അകത്ത് തന്നത്. ഓരോ ദിവസവും ആ വിശ്വാസത്തെ പൂർത്തീകരിക്കുകയാണ്. He is a perfecter. He is trying to perfect our faith. നമ്മുടെ ആ വിശ്വാസത്തെ സമ്പൂർണ്ണമാക്കാനായിട്ടാണ് കർത്താവ് ഓരോ ദിവസവും നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. So that our intellect or the way we think will be aligned in the way he thinks. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളുടെ ലോക ചിന്താഗതി, ആ ചിന്താഗതിയെല്ലാം മാറിയിട്ട് എങ്ങനെ ദൈവം ചിന്തിക്കുന്നു, അതോ ക്രിസ്തു എങ്ങനെയാണ് ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ചിന്തിക്കുവാൻ എൻ്റെ മനസ്സും കർത്താവിന്റെ മനസ്സും നേർരേഖ. That is why the Bible says, do not be conformed to the world, but be transformed in the renewal of the mind every day, that you will become a proof what is good, acceptable in front of others. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇനി ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം എന്തെന്ന് അറിയുവാൻ നിങ്ങളുടെ മനസ്സ് അനുദിനം പുതുക്കി, അങ്ങനെ നിങ്ങൾ ലോകത്തിനൊരു തെളിവായി മാറും ദൈവത്തിന്റെ പദ്ധതി എന്താണ്. And that is why in the book of Ephesians the Bible says God through Jesus gave the body of Christ 5 gifts: apostles, pastors, teachers, prophets and the evangelists. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഈ നിലയിൽ വിശ്വാസിയെ തികവിൽ എത്തിക്കാൻ വേണ്ടി സഭയ്ക്ക് 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. They all together, the Bible says, they are equipping the saints. ഈ 5 പേരും എന്താ ചെയ്യുന്നത്? അവരെ വിശുദ്ധന്മാരുടെ സമ്പൂർണ്ണതയിലേക്ക് അവരെ യഥാസ്ഥാനപ്പെടുത്തുക. The word equipping means when the bone is dislocated, these 5 take the bone and locate it in the position. എന്താണ് ഈ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? എൻ്റെ ഒരു കൈയുടെ ഒരു എല്ല് സ്ഥാനചലനം ഉണ്ടായാൽ എങ്ങനെ അതിനെ ആ സ്ഥാനത്ത് കൊണ്ടുവെക്കുമോ അതുപോലെ ക്രിസ്തുവിന്റെ ശരീരത്തെ ഓരോ വ്യക്തി അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കുന്നതാണ് 5 ശുശ്രൂഷ. When a bone is dislocated, you don't cut it and throw it off. You try to equip it or relocate it in the same position so that becomes an effective tool for the head, that is Jesus Christ. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് സ്ഥാനഭ്രംശം ഉണ്ടായാൽ ഉടനെ ആ കൈ നമ്മൾ വെട്ടിമാറ്റുന്നില്ല, മറിച്ച് അതിന്റെ ശിരസ്സുമായിട്ടുള്ള അതിന്റെ പ്രവർത്തനം കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ച് മുൻപത്തേതിലധികം ബെസ്റ്റായിട്ട് ആ അവയവം പ്രവർത്തിക്കാൻ ശ്രമമാക്കുകയാണ് ശുശ്രൂഷകൻ. And that is why the mind of Christ here becomes very important. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനം. We are helping Jesus to perfect or become the perfecter through our words and through fellowship. ആ കർത്താവിനോ ഇവിടെയാണ് നമ്മുടെ വാക്കുകളിലൂടെയും കർത്താവിനോടുള്ള കൂട്ടായ്മയിലൂടെയും ആ പൂർണ്ണതയിലേക്ക് നമ്മൾ വരികയാണ്. He became the author and he needs our help to make the perfection. കർത്താവാണ് ഇതിന്റെ നായകൻ.
ഇനി നമ്മളുടെ ഒരു സഹായം, നമ്മൾ സഹകരിക്കണം കർത്താവ് ഉദ്ദേശിക്കുന്ന ആ പൂർണ്ണതയിലേക്ക് നമ്മൾ വരുവാൻ. And one of the instruments is speaking in the Spirit, which will increase your holy faith. Number 2 is fellowship with the Holy Spirit. Number 3 is fellowship with others. ഇവിടെ 3 സുപ്രധാന കാര്യങ്ങൾ നമ്മുടെ അകത്തെ ഈ മനുഷ്യനെ ബിൽഡപ്പ് ചെയ്യാനുണ്ട്. ഒന്ന്, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷകളിൽ ആത്മാവിൽ. Jude chapter 1 and verse 20. Jude is single chapter verse 20. The Bible says, building up the most holy faith. യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് ബിൽഡപ്പ് യുവർ ഇന്നർ മാൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ കെട്ടുപണി ചെയ്യണം എന്നാണ്. Jude says just before Revelation, the last chapter, the Bible says, but beloved, building yourself up in your most holy faith, praying in the Holy Spirit. In Malayalam it's not so. പരിശുദ്ധാത്മ, മലയാളത്തിൽ പ്രാർത്ഥിക്കും. ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് പണിതെടുക്കണം. ദാറ്റ് ഈസ് ദ എക്സാക്ട് ട്രാൻസ്ലേഷൻ. വാസ്തവത്തിൽ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, നിങ്ങളുടെ അകത്ത് നൽകിയിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ബിൽഡപ്പ് ചെയ്തെടുക്കണം. And then verse 21, keeping yourself, 21-ാം വാക്യത്തിൽ നിങ്ങളെ തന്നെ keeping yourself in the love and mercy of Jesus Christ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലും കരുണയിലും നിങ്ങളെ സൂക്ഷിക്കണം, till into eternal life. ആ നിത്യജീവൻ വരെ. Meaning to say, you should not deviate from the love of God. You should depend on the mercy of God and build up the holy faith, because this is not your faith, it is a gift of God. നിങ്ങൾ കരുണയാലും ദൈവസ്നേഹത്താലും ഏതു നേരത്തും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നൽകപ്പെട്ട വിശ്വാസം, അത് നിങ്ങളുടെ വിശ്വാസമല്ല, തൻ്റെ വിശ്വാസം ദൈവം നിങ്ങളുടെ അകത്ത് വെച്ചാൽ, പക്ഷേ ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയിൽ ആ വിശ്വാസം വളർന്നു വർദ്ധിക്കും. And that is where the relevance of the word of God comes. ഇവിടെയാണ് ദൈവവചനത്തിന്റെയും ആവശ്യം. And the word, last week I said, it is not emotional. What we see or what we feel is not what we believe. What we believe is the word and who spoke the word. ശ്രദ്ധിക്കുക, കർത്താവ് നമുക്ക് പല അനുഭവങ്ങളും തരും, പക്ഷെ അനുഭവമല്ല നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് ആധാരം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് കേട്ടതാണല്ലോ, ആ മലമുകളിൽ ഇരുന്ന് പല അനുഭവങ്ങളുണ്ടായാലും പ്രവാചക വാക്യം നമുക്കുണ്ട്, അതിൽ ഞാൻ നിങ്ങളെ പണിയുന്നു, വചനത്തിൽ നമ്മൾ ഉറയ്ക്കണം. And that is, the word is Jesus Christ. ഇവിടെ വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെ. And that word is the light of life. ആ വചനം ജീവന്റെ വെളിച്ചമാണ്. Meaning to say, it will give you life, it will remove every ignorance. അതിന്റെ അർത്ഥം അത് നിങ്ങൾക്ക് ജീവനും തരും, വെളിച്ചം തരുമെന്ന് പറഞ്ഞാൽ അറിവുകേടുകളാകുന്ന ഇരുട്ട് മാറ്റുക. And that is why we have to grow spiritually every day. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മീയമായി വളർച്ച പ്രാപിക്കും. Those who are born again and become a new creation, വീണ്ടും ജനിക്കുകയും പുതിയ സൃഷ്ടിയാകുകയും ചെയ്ത ഓരോ വ്യക്തികളും, the Holy Spirit is focusing on, not on the flesh. Holy Spirit is focusing on your inner man, that will take control of your flesh. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നിങ്ങളുടെ ജഡിക മനുഷ്യനെ, ലോക മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തനാകണം എന്ന് കർത്താവ്. There is an inner man who is a real personality. വാസ്തവത്തിൽ നിങ്ങളാകുന്ന നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യൻ നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ്. The flesh profits nothing by this word, which is the spirit. Jesus said, it is the spirit that gives you life, and my words are spirit. യേശു പറഞ്ഞു, എൻ്റെ വാക്കുകൾ ആത്മാവാണ്, നിങ്ങളുടെ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. മലയാളത്തിൽ ജഡം നിങ്ങൾക്ക് പ്രയോജനം വരത്തില്ല, ജഡിക ചിന്തകൾ, മറിച്ച് എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്, അത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. And that is where the focus is saying, strengthen my inner man by your spirit with might. I cannot strengthen my inner man by my fasting or by my work. He has to do it by his spirit and his might when I submit myself to him. ശ്രദ്ധിക്കുക, അവിടെ പൗലുസിന്റെ പ്രാർത്ഥനയിൽ പറയാണ്, കർത്താവേ, എൻ്റെ അകത്തെ മനുഷ്യനെ നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടുത്തണമേ. എൻ്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഉപവാസം കൊണ്ടോ എനിക്കത് ചെയ്യാനൊക്കത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ താഴുമ്പോൾ കർത്താവ് തന്റെ മൈറ്റിനാൽ, ശക്തിയാൽ എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. And that is the point. That is the very, very important thing to understand, that it is not by me,
It is His righteousness that is being operating in me. അതിന്റെ- I have to be in Him. അതിന്റെ അർത്ഥം എൻ്റെ സ്വന്തം നീതിയോ എൻ്റെ പരിശ്രമങ്ങളോ അല്ല, മറിച്ച് അവിടുത്തെ കൃപയിൽ അവിടുത്തെ ശക്തിയിൽ ഞാൻ ആശ്രയിച്ച് എന്നെ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ ശക്തിയാണ് എൻ്റെ അകത്തെ മനുഷ്യനെ വീരനാക്കി മാറ്റുന്നത്. And that is what the book of Ephesians, the prayer is all about. അതാണ് എഫേസ്യ ലേഖനത്തിലെ പൗലൂസിന്റെ പ്രാർത്ഥനയുടെ രത്നച്ചുരുക്കം. It is directed into the inner man. അത് അകത്തെ മനുഷ്യനിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ്. Corinthians, Paul calls it the heavenly man. കൊരിന്ഥ ലേഖനത്തിൽ സ്വർഗീയ മനുഷ്യൻ എന്നാണ് അകത്തെ മനുഷ്യനെ വിളിക്കുന്നത്. Peter calls it the hidden man of the heart. പത്രോസ് അതേ ആളെ വിളിക്കുന്നത് ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ എന്നാണ്. It is secret. അത് രഹസ്യമാണ്, ആർക്കും കാണാൻ മേല. He cannot see it. അവനെ ആർക്കും കാണാൻ മേല. But he is the real personality. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ ഹിഡൻ മാൻ ആണ്. And that is why Paul says, now I don't know anyone in the flesh. I knew Jesus also. Today I know him in the spirit, which is a new creation. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:16 പൗലോസ് ലീഗ പറഞ്ഞത്, ഇനിമേലാൽ ഞാൻ ആരെയും അവരുടെ ജഡപ്രകാരം കാണുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനിൽ ഒരു പുതിയ സൃഷ്ടിയുണ്ട്, അവനെയാണ് ഞാൻ കാണുന്നത്. And that was God ordained. അത് വാസ്തവത്തിൽ ദൈവത്താൽ ആക്കപ്പെട്ട ദൈവത്തിന്റെ ഭാഗമാണ്. That is why after the resurrection of Jesus, അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷവും the disciples of Jesus were expecting the same Jesus, but when he appeared, they could not believe that he is Jesus. തങ്ങളുടെ കൂടെ നടന്നവർ യേശുവിനെ അവരെ പ്രതീക്ഷിച്ചുള്ളൂ. എന്നാൽ പുനരുത്ഥാന ആ ശരീരത്തിൽ വന്ന യേശുവിനെ അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം തേജസ്സിലാ കർത്താവ്. That is why many times people who are not born again limit Jesus, don't understand him, because once you are born again, you now understand Jesus not in the flesh but in the spirit. പൗലോസ് പറഞ്ഞ ഇനി ഞാൻ ക്രിസ്തുവിനെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറയുന്നത് ഒരു ദൈവബോധത്തിന് മാത്രമേ, വീണ്ടും ജനിച്ച ഒരാൾക്കേ പറ്റത്തുള്ളൂ. എന്നാൽ ആ വീണ്ടും ജനന അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് കർത്താവിനെ വളരെ ഒരു ലിമിറ്റഡ് ആയിട്ട് മനസ്സിലാക്കും. In John chapter 20 the Bible says, യോഹന്നാന്റെ സുവിശേഷം 20 തിരുവചനം ഇങ്ങനെ പറയുന്നു, that Mary came to the tomb. 20-ാം അധ്യായത്തിന്റെ വാക്യം 11 അതിന്റെ 11 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആ കർത്താവ് പുനരുദ്ധാനം ചെയ്ത് അന്ന് പ്രഭാതത്തിൽ മറിയ സുഗന്ധവർഗവുമായി വന്നതായിട്ട് നമ്മൾ വായിക്കും. Now here the disciples have ran off to their home. വാസ്തവത്തിൽ ശിഷ്യന്മാര് കല്ലറയ്ക്കൽ വന്നൊന്നും കാണാതെ പേടിച്ചോടിപ്പോയി വീടുകളിൽ. They heard Jesus is alive, but they are not sure. They went back home. യേശു ഉയർത്തെന്ന് കേട്ടു, പക്ഷെ ആകെ അവർ പരിഭ്രാന്തരായി ഓടിപ്പോയി. That is why in verse 10 the Bible says the disciples went again back to their own homes. 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ശിഷ്യന്മാർ പിന്നെയും തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. But there is a lady, the Bible says she stood outside the tomb. എന്നാൽ ഇതാ ഒരു സ്ത്രീ കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് തന്നെ തുടരുകയാണ്. I'll tell you this is something very very important that you should understand. ഇത് നിങ്ങൾ ഏവരും വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. Those who love Jesus will stand. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവർ ഏത് പ്രതികൂലത്തിലും ആ ചേർന്ന് തന്നെ നിൽക്കും, വിട്ട് ഓടുകയില്ല. Those who just look for the supernatural and this peripheral experiences, they will go back to their home. But those who stand there and say, I want to see my master, I love him so much, for them Christ is revealed. ഉപരിപ്ലവമായ ചില അനുഭവങ്ങളിൽ മാത്രം നിൽക്കുന്നവർ ഒരു വിഷയം വരുമ്പോൾ അവരുടെ വീടുകളിലേക്ക് ഓടിപ്പോവും. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്ന പോലെ കല്ലറയുടെ ചേർന്ന് എല്ലാവരും പേടിച്ചോടിയിട്ടും പോകാതെ ആ കർത്താവിനെ ആഴത്തിൽ അറിഞ്ഞ വ്യക്തികൾ അവിടെ തന്നെ നിൽക്കും. Mary stood. മറിയ അവിടെ തന്നെ Mary stood. മറിയ അവിടെ തന്നെ Mary stood. നിന്നു. Mary stood. നിന്നു മറിയ. Hallelujah. Mary stood there. മറിയ നില ഉറപ്പിച്ചു. They have heard, but she is waiting and saying, at least I can. That is the love. She does not expect Jesus alive. യേശു ഉയർത്തെഴുന്നേറ്റ് കാണുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല രാവിലെ സുഗന്ധവർഗവുമായി വന്നത്. When she sees the empty tomb, ഇതാ ആ ശൂന്യമായ കല്ലറ മറിയ കാണുമ്പോൾ the first thought that she goes, someone has stolen the body. ആരെങ്കിലും എൻ്റെ ഗുരുവിന്റെ ബോഡി എടുത്തോണ്ട് പോയോ, കട്ടെടുത്തോണ്ട് പോയോ എന്ന് അവൾക്ക് തോന്നി. Yet she is not ready to leave. എങ്കിലും അവൾ പോകാൻ തയ്യാറല്ല. The love was so intense. അത്ര ആഴമായ സ്നേഹമായിരുന്നു കർത്താവിന്.
Dead Christ cannot do her a miracle. വാസ്തവത്തിൽ ഒരു ശവം മാത്രമല്ലേ അവൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ ശവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? She does not expect supernatural. She does not expect miracle. She does not expect anything from him, but she needs him. അവളെ സംബന്ധിച്ച് അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. വെറും ഒരു ശരീരം, ആ തനിക്ക് വേണ്ടി നന്മ ചെയ്ത കർത്താവിനോടുള്ള അവളുടെ സ്നേഹം, എനിക്ക് കിട്ടിയാൽ മതി. And she saw the angels. അതാ പെട്ടെന്ന് ദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെടും. And the Bible says, ബൈബിൾ പറയുന്നു, the two angels were shining, white shining. One sitting at the head and other at the feet where the body of Jesus had laid. അതിന് മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ആ ഭാഗം വായിക്കുന്നത്. യേശുവിന്റെ ശരീരം കിടന്നിരുന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ടു ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. And they said to her, അവർ അവളോട്, women, why are you weeping? സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് Because ചോദിച്ചു. they have taken, and she said to them, because they have taken the body of my Lord. I don't know where they have laid. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചുവെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. And now, that is where I am coming. Verse 14, now when she said this, 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇത് പറഞ്ഞിട്ട് അവൾ when she said this, Jesus could not withhold himself. ഇത് അവൾ പറഞ്ഞതും പിന്നെ യേശുവിന് പിടിച്ചു നിൽക്കാനായി. I'll tell you, Jesus cannot hold back when he sees your love. നിന്റെ സ്നേഹം കണ്ടാൽ എന്റെ യേശുവിനെ മറഞ്ഞിരിക്കില്ല, താൻ വെളിപ്പെടുത്തും. And she turned around and saw Jesus standing there and did not know this was Jesus. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു, യേശു എന്ന് അറിഞ്ഞില്ല താനും. Her love is intense. അവളുടെ ആ സ്നേഹത്തിന്റെ തീഷ്ണത. But she was expecting Jesus who died, or Jesus who was walking on the Sea of Galilee. This is glorified Jesus standing. She could not understand him. ഇനി അഥവാ അവൾക്ക് കാണാൻ പറ്റിയാലും യേശുവിന്റെ ഭൗതിക ശരീരം അവൾ പ്രതീക്ഷിച്ചു. ഏത് ശരീരമാ? ആ ഗലീലാക്കടലിന്റെ തീരത്ത് നടന്ന ശോഭയില്ലാത്തൊരു ശരീരം. എന്നാൽ അവൾ തിരിഞ്ഞപ്പോൾ കണ്ടത് പൂർണ്ണ ശോഭയുള്ള തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരം. The Bible says, and she did not know that this was Jesus. അവൾക്കിത് യേശുവാണെന്ന് പിടികിട്ടിയില്ലെന്ന് അവിടെ പറയും. The resurrected Jesus, the disciples had an issue. ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മനസ്സിലാക്കുന്നതിൽ ശിഷ്യന്മാർക്കും വലിയ പ്രശ്നമുണ്ടായിരുന്നു. Because unless this is in the spirit world that you can understand him. കാരണം ഭാഗ്യ കണ്ണുകൊണ്ട് മാത്രം യേശുവിനെ കണ്ടവർക്ക് ആത്മാവിലുള്ള കർത്താവിനെ അവർക്ക് ദൃശ്യപ്പെട്ടപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റി. And but let me listen to me very carefully. വളരെ ശ്രദ്ധിക്കുക. But എന്നാൽ when Jesus said Mary, his word opened her eyes and said Rabboni. ആ കാഴ്ച കൊണ്ട് അവൾക്ക് പിടികിട്ടിയില്ല. എന്നാൽ യേശു തന്റെ വചനം, മറിയയെ, വചനം അവളുടെ കണ്ണ് തുറന്നു. യേശുവിന്റെ വാക്ക് അവൾക്ക് ആ കർത്താവിനെ തിരിച്ചറിയാൻ, The word that was full of love, സ്നേഹത്തിന്റെ വാക്കുകൾ, the word that was confidence, ഉറപ്പിന്റെ വാക്കുകൾ, that word with give assurance. ഉറപ്പ് നൽകുന്ന വാക്കുകൾ. Mary said Rabboni. മറിയോടനെ പറഞ്ഞു, റബ്ബുനി, I ഗുരുവേ. tell you today, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, don't expect Jesus in that way. Expect him in the spirit. Through the word you can understand him. 3.5 വർഷം ഈ ഭൂമിയിൽ സഞ്ചരിച്ച ഒരു യേശുവിനെ അല്ല, മറിച്ച് തന്റെ വാക്കുകൊണ്ട് അതിലും ശ്രേഷ്ഠമായ ഭാവത്തിലുള്ള ഒരു ക്രിസ്തു നിങ്ങൾക്ക് ഇപ്പോൾ വെളിപ്പെടും. You can understand him by the word. You can understand him by his act. കർത്താവിന്റെ പ്രവൃത്തിയാലും കർത്താവിന്റെ വാക്കുകളാലും ഈ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടും. Here is Mary understanding Jesus by the word she heard. ഇപ്പോൾ മറിയക്ക് യേശുവിനെ പിടികിട്ടിയത് കണ്ടതുകൊണ്ടല്ല, കർത്താവിന്റെ വചനം. Another instance in John 21. യോഹന്നാന്റെ സുവിശേഷം 21 മറ്റൊരു സംഭവം നമ്മൾ വായിക്കുന്നു. Peter and disciples have gone fishing. പത്രോസും കൂടെ 6 ശിഷ്യന്മാരും നമുക്ക് മീൻ പിടിക്കാൻ പോയേക്കാം എന്ന് പറഞ്ഞു. യേശുവിന്റെ ഉയർപ്പിന് ശേഷം Did not get anything. അവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. When they were back, അവരെ തിരിച്ച് എല്ലാം ക്ഷീണിച്ച് അവര് കരയ്ക്ക് വരികയാണ്. Jesus is standing there. ഇതാ ഉയർത്തെഴുന്നേറ്റ് യേശു അവിടെ നിൽക്കും. The Bible says, Jesus asked them, did you get anything?
കർത്താവരോട് ചോദിച്ചു, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് വല്ലതും കിട്ടിയോ? They said, no, we did not get any. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. They did not recognize Jesus. അവർ യേശുവിനെ മനസ്സിലാക്കി. Jesus said, put the net on the right side. യേശു പറഞ്ഞു, വല പടകിന്റെ വലത്ത് വശത്തിടുക. They started pulling and they could not hold the net. ഒരു മിറക്കിൾ അവിടെ സംഭവിച്ചു. തിരിച്ച് വല വലിക്കുമ്പോൾ വല കയറുന്നില്ല, അതുപോലെ കനം. Suddenly John said, this is the Lord. ഉടനെ യോഹന്നാൻ പറയാണ്, ഇത് കർത്താവാ. All of them jumped and Peter ran to the shore. പെട്ടെന്ന് പത്രോസൊക്കെ എടുത്ത് വെള്ളത്തിൽ ചാടി കരക്കേക്ക് നീന്തി. The Bible says, yet none of the disciples dare to ask, who are you? എന്നിട്ടും നീ ആരാകുന്നു എന്ന് ചോദിക്കാൻ ശിഷ്യന്മാർ ധൈര്യപ്പെട്ടു. Because they know it is the Lord. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവർക്ക് പിടികിട്ടി ഇത് കർത്താവ്. Yet none of the disciples dared ask him, who are you? Knowing that it was the Lord. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. Hallelujah. One people, look at the word and the actions display or convince you about Jesus Christ. ഒരു വസ്തു മറിയ കർത്താവിന്റെ വാക്കിനാൽ യേശുവിനെ തിരിച്ചറിഞ്ഞു, വചനത്താൽ. ഇവിടെ ഇതാ കർത്താവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ പിടികിട്ടിയത് മറ്റാരുമല്ല യേശു. Today I want to tell you, you will be healed in Jesus name. നിങ്ങൾ ഇപ്പോൾ തന്നെ, വീണ്ടും പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കും. There will be supernatural provision in Jesus name. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കരുതലുകൾ, സാമ്പത്തിക മറ്റ് ദൈവത്തിന്റെ വഴികൾ തുറക്കും. Just like the disciples who went and did many things but they came empty handed. Someone is watching me who has done many things and today is empty handed. I assure you, as a man of God, trust in Jesus and you will expect something magnificent. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും വെറും കൈയായി വന്ന ശിഷ്യരെ പോലെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ജീവിതത്തിൽ ആകെ ഓടി നടന്നിട്ടും വെറും കൈ മാത്രമാണെങ്കിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഇന്ന് കർത്താവിൽ നിന്നുകൊണ്ട് പറയട്ടെ, അതേ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെടും. If you believe, നിങ്ങൾ വിശ്വസിക്കുന്നു, if you believe, നിങ്ങൾ വിശ്വസിക്കുന്നു, if you believe, നിങ്ങൾ വിശ്വസിക്കുന്നു, if you believe, നിങ്ങൾ we വിശ്വസിക്കുന്നു, believe. ഞങ്ങളത് We വിശ്വസിക്കുന്നു, believe ഞങ്ങൾ that വിശ്വസിക്കുന്നു. every situation will change the moment you say Jesus is your Lord. യേശുവിന്റെ കർത്താവാണെന്ന് നിങ്ങൾ വാ കൊണ്ട് പറയുന്ന നിമിഷം എല്ലാ സാഹചര്യങ്ങളും മാറി മറിയും. Because the word says so, it will happen. കാരണം വചനം എന്ത് പറയുന്നു അങ്ങനെ തന്നെ സംഭവിക്കും. The ways of God is not our way. കർത്താവിന്റെ വഴികൾ നമ്മളുടെ വഴികളല്ല. Now two things the Bible says. Israel knew the acts of God. Moses knew the way of God. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ അറിഞ്ഞു, എന്നാൽ മോശ ദൈവത്തിന്റെ രീതികളെ, വഴികളെ അറിഞ്ഞു. Moses was not disturbed when he saw things. He trusted God. എന്തെങ്കിലും പ്രശ്നം വന്ന ഉടനെ മോശ ഭാരപ്പെടത്തില്ല. കാരണം ഒരു വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണെന്ന് മോശയ്ക്ക് അറിയാം. But the Israel, when they were seeing things, they would come and complain. What is it happen? ഇസ്രായേലിന്റെ കാര്യം അങ്ങനെയല്ല. ദൈവത്തിന്റെ ഒരു ആക്ട് നടക്കുമ്പോൾ അവർ ദൈവത്തെ കാണും, അടുത്ത പ്രശ്നം വരുമ്പോൾ പിന്നെയും But കംപ്ലൈന്റ്. in a new creation, these two come together. എന്നാൽ ഒരു പുതിയ സൃഷ്ടിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയും പിടികിട്ടും, ദൈവത്തിന്റെ പ്രവർത്തന Through രീതിയും the പിടികിട്ടും. understanding and wisdom of Jesus, you know his ways, you have seen his acts, and you know he is the same yesterday, today and forever. യേശു ക്രിസ്തുവിന്റെ മനസ്സ് ഒരു വീണ്ടും ജനിച്ച ദൈവവചനം കിട്ടുന്നത് കൊണ്ട് ഒരു പ്രത്യേക വിഷയത്തിൽ എന്ത് സംഭവിച്ചാലും, എന്ത് പ്രതികൂലമാണെങ്കിലും അവർക്കറിയാം എന്റെ കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. അവര് നമ്മളെ ധൈര്യത്തോടെ He is the same yesterday, today and forever. കാരണം എന്റെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരു സ്വഭാവ മാറ്റമില്ല. He is not in the flesh, but he is in you today. ഇന്നവൻ ജഡത്തിലല്ല, നിന്റെ ഉള്ളിലാണ്. The Christ in you is the hope of glory. ഓ, നിങ്ങളുടെ ഉള്ളിലുള്ള മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു. Hope of glory. മഹത്വത്തിന്റെ പ്രത്യാശ. If God can give his glory into you. ഓ, ദൈവത്തിന് തന്റെ മഹത്വം, തന്റെ ഗ്ലോറിയെ നിന്റെ അകത്ത് വെക്കാമെങ്കിൽ. It was Christ operating in Jesus. യേശുവിൽ പ്രവർത്തിച്ച ക്രിസ്തു, The same anointing. അതേ അഭിഷേകം, Same mandate. അതേ Same ലക്ഷ്യം, power. അതേ ശക്തി, Same glory. അതേ മഹത്വം Today ഇന്ന് is in you. നിന്റെ അകത്ത്, Is in you. നിന്റെ ഉള്ളില്, Is in you. നിന്റെ ഉള്ളില്. That is why you are full of hope. അതുകൊണ്ടാണ് നിനക്ക് പൂർണ്ണ
പൂർണ്ണ പ്രത്യാശ. Sometimes some things you see will make you shaky, but inner man will say, he will subdue everything under you in Jesus' ഈ name. ലോകത്തിലെ ചില പ്രതിസന്ധികൾ, ചില പരിഭ്രാന്തികൾ വരുമ്പോൾ ഒന്ന് നീ കുടുങ്ങുകയും ഒരു കാറ്റിൽ ഉലയുകയൊക്കെ ചെയ്യും. പക്ഷെ നിന്റെ അകത്തെ മനുഷ്യൻ ഈ ക്രിസ്തുവിന്റെ മഹത്വത്താൽ നിറഞ്ഞതാൽ അകത്തെ മനുഷ്യൻ പറയും, ഒന്നും സംഭവിക്കത്തില്ല, ഞാനാണ് നിയന്ത്രിക്കുന്നത്. You will trust the word. ഈ വചനത്തിൽ ആശ്രയിക്കും. You will trust the word. വചനത്തിൽ I ആശ്രയിക്കും. tell you, before anything happens, you will see it in the spirit. മാത്രമല്ല, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പേ ആത്മാവിൽ നീ അത് കാണും. The spirit gets assurance from the word, then it precipitates into the seen ഈ world. കാണുന്ന മണ്ഡലത്തിൽ എന്തെങ്കിലും കാണുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആത്മാവിൽ, ആത്മമണ്ഡലത്തിൽ നിനക്ക് നല്ല ഉറപ്പായിരിക്കും ഇതിങ്ങനെ The സംഭവിക്കത്തുള്ളൂ. word is the spirit, and that is life, and that is giving life inside of you. You will know the solution even because the challenge comes. വചനമാണ് ആത്മാവ്. ഏത് പ്രതിസന്ധിയിലും ആ വചനം നിനക്ക് ഉള്ളിൽ തന്ന ഉറപ്പിനാൽ നീ തല ഉറച്ചു. That is why the Bible says we walk by faith and not by sight. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഞങ്ങൾ കാഴ്ചയാലെ അല്ല, ഞങ്ങൾ വിശ്വാസത്താൽ അത്ര നടക്കും. We do not consider anyone in the flesh. We know Jesus, but today we know him in the spirit, who is perfecting us every day. ഞങ്ങൾ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. യേശു ക്രിസ്തുവിനെ പോലും ജഡത്തിൽ സഞ്ചരിച്ച ഒരു ക്രിസ്തുവിനെ അല്ല, മറിച്ച് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ പൂർത്തീകരിക്കുന്നുണ്ട്. അവനെ ഞങ്ങൾ അറിയുന്നു. There is no one man powerful today. Everyone in Christ is powerful. ഇന്ന് കേവലം ഏതോ ഒരു ദൈവദാസൻ മാത്രം ശക്തനല്ല, മറിച്ച് യേശുവിലായ മുഴുവൻ വിശ്വാസികളും ഒരുപോലെ ശക്തനാണ്. You are powerful. നീ ശക്തനാണ്. You are powerful. നീ ശക്തനാണ്. Everything that you are facing is under your feet. You can do it in Jesus' നീ name. ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ക്രിസ്തുവിൽ അതിപ്പോൾ തന്നെ നിന്റെ കാൽ കീഴില്ല. The sickness that your body giving pain, tell that sickness in Jesus' name, leave. നിന്റെ ശരീരത്തിൽ ഇപ്പോൾ നിനക്ക് വേദന തരുന്ന ഭാഗത്ത് ആ രോഗത്തോട് പറയണം, യേശുവിന്റെ നാമത്തിൽ നീ എന്റെ കാൽ കീഴില. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, when you see a mountain, നീ ഒരു മലയെ കാണുമ്പോൾ have the faith in God. ദൈവത്തിന്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. What is the faith in God? Faith in His word. എന്താണ് ദൈവത്തിലുള്ള വിശ്വാസം? അവന്റെ വാക്കിലുള്ള You are വിശ്വാസം. going through financial challenge, നിങ്ങളൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുകയാണ്. holding on to eternal life, നിത്യജീവനെ പിടിച്ചുകൊണ്ട്, holding on to Jesus. നിത്യ യേശുവിനെ പിടിച്ചുകൊണ്ട്. Where can you hold Jesus? എവിടെ, എങ്ങനെയാണ് യേശുവിനെ പിടിക്കുക? In the word. വചനത്തിലാണ്. Holding in the word. അവന്റെ വാഗ്ദത്തങ്ങളെ പിടിക്കുക. Fighting the good fight. നല്ല പോർ പൊരുതുക. You will look at the mountain. നിങ്ങൾ ആ മലയെ നോക്കി You will believe the word വചനത്തിൽ ഉറയ്ക്കും. and say, ഇങ്ങനെ പറയും, say, ഇങ്ങനെ പറയും, go and cast into the sea. നീ അവിടുന്ന് പറഞ്ഞ് കടലിൽ നട്ടുപോകാം. And you don't have to worry. You will sleep and the mountain has to leave. നീ പോയി ഉറങ്ങിയാൽ മതി, പിന്നെ ആ മല അവിടെ കാണത്തില്ല. My Jesus is the same. എന്റെ യേശുവിന് ഒരു മാറ്റവും ഇല്ല. Meaning to say the word is the same. അതിന്റെ അർത്ഥം വചനത്തിന് ഒരു മാറ്റവും ഇല്ല. What the word says will happen. വചനം എന്തു പറയുന്നു അതേ സംഭവിക്കുന്നു. Today, ഇന്ന് as I am speaking, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ there is a fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഗ്നി In വ്യാപരിക്കുന്നു. the inner man it is igniting. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ അഗ്നി കത്തുകയാണ്. Some people will say, I don't feel anything. ചിലർ പറയുമായിരിക്കും, എന്റെ ശരീരത്തിലൊന്നും അങ്ങനെ ചൂട് പോലെ This is തോന്നുന്നില്ല. not a feeling, this is a reality. ഇത് ശരീരത്തിൽ തോന്നേണ്ട ഒന്നല്ല, അത് വാസ്തവമാണ്. അത് വിശ്വസിച്ചാൽ മതി. Jesus said, I will be with you. It is not a sensation. He is with us. യേശു പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും അത് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. It is the Holy Spirit who makes Jesus real in you and with you. പരിശുദ്ധാത്മാവാണ് യേശുവിനെ നിങ്ങളുടെ അകത്തും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, അഷ്വറൻസ് അകത്ത് തരിക. Even now, ഇപ്പോൾ തന്നെ, even now, ഇപ്പോൾ തന്നെ every home is being lit up with the glory of എല്ലാ God. വീടുകളും ഇപ്പോൾ തന്നെ നിറയപ്പെടുകയാണ്. I can feel cancer dropping off as you start speaking. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ രോഗത്തോട് "ഫോ" എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസറുകൾ പറഞ്ഞു പോകുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. Don't wait for us to pray for you. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നോക്കിയിരിക്കരുത്, ഞങ്ങൾക്ക് പ്രത്യേകതകളൊന്നുമില്ല. The same Jesus, the same mandate, same anointing that was in Jesus, that was in Paul, that was in Peter, that was in us, is in you also. ആ
യേശു ക്രിസ്തുവിനുള്ള അതേ ക്രിസ്തു, അതേ അഭിഷേകം, അതേ ശക്തി, അതേ വിളി പൗലോസിലും അതുണ്ടായിരുന്നു, പത്രോസിലും അതുണ്ടായിരുന്നു, ഞങ്ങളിലും അതുണ്ട്, ഇപ്പോൾ നിങ്ങളിലും അതുണ്ട്. ആ ശക്തിയാൽ കൽപ്പിച്ചാട്ടെ. And that is why Paul says the same effective power that worked in Peter is in me also. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പത്രോസിനോടുകൂടെ വ്യാപരിച്ച അതേ അവൻ എന്നിലും വ്യാപരിക്കുന്നു. Today you can say the same effective power that was in Peter, that was in Jesus, that was in Paul is today in me. വിളിച്ചു പറഞ്ഞോട്ടെ, പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ, പൗലോസിനോടുകൂടെ വ്യാപരിച്ചവൻ, യേശുവിനോടുകൂടെ വ്യാപരിച്ചവൻ, അതേ വ്യാപാര ശക്തി എന്നിലും വ്യാപരിക്കുന്നു. The fire is in you. അഗ്നി നിന്റെ അകത്താണ്. Anointing is in you. അഭിഷേകം നിന്റെ ഉള്ളിലാണ്. Jesus is in you. യേശു നിന്റെ ഉള്ളിലാണ്. If you have said Jesus is my Lord, യേശു എന്റെ കർത്താവാണെന്ന് ഒരിക്കലും if you have said Jesus is your Lord, യേശുവേ അങ്ങേ ഞാൻ സ്വീകരിക്കുന്നെന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ today you will say, ഇപ്പോൾ നീ പറയും, I don't believe what is happening. എന്താ സംഭവിക്കുന്നത് എനിക്കറിയണ്ട. I don't want to believe in what I see. എന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നും ഞാൻ In നോക്കുന്നില്ല. my spirit I am seeing the word in action. എന്റെ ആത്മാവിൽ എനിക്ക് കാണാം, എന്റെ അനുഭവങ്ങളെ ഞാൻ നോക്കുന്നില്ല. I am already blessed. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. I am already blessed. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. I am a blessing to the world. ലോകത്തിന് അനുഗ്രഹമായിരിക്കും. I have no curse upon me. എന്റെ മേൽ ഒരു ശാപവും ഇല്ല. I have no weakness in me. എന്നിൽ ബലഹീനതയില്ല. Because I am trusting Jesus and ഞാൻ His righteousness. യേശുവിലാണ് ആശ്രയിക്കുന്നത്. His righteousness, അവന്റെ നീതിയാണ് എന്റെ നീതി. His strength, അവന്റെ ശക്തിയാണ് എന്റെ His ശക്തി. power, അവന്റെ ബലമാണ് എന്റെ His ബലം. glory അവന്റെ മഹത്വമാണ് എന്റെ മഹത്വം. effectively working in me. അതാണ് എന്നിൽ വ്യാപരിക്കുന്നത്. Hallelujah. Hallelujah. That is why Paul says, കൊണ്ടാണ് പൗലോസ് പറയുന്നത്, this is the trust that we have towards God. ഇതാണ് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഞങ്ങൾക്കുള്ള ആശ്രയം. That the sufficiency is not in us but in Him. ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ Oh, ദാനം. I can feel such a smooth move of the Holy Spirit everywhere where people are standing. If you are expecting an anointing, you are going to be the point of contact for the miracle for the world. ഇപ്പോൾ ലോകത്തിൽ എവിടെ ഞങ്ങളെ കാണുന്നവരുടെ മേലും ഇപ്പോൾ തന്നെ ഇതേ കർത്താവിന്റെ മഹത്വം നിങ്ങളിലുമുണ്ട്. അതേ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാപിച്ചാട്ടെ. You are carrying the miracle for the world. ലോകത്തിന് കൊടുക്കാനുള്ള അത്ഭുതം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. You are the solution for the world, not the problem to the world. അനേകർക്ക് ഒരു പ്രശ്നക്കാരനല്ല നീ, പരിഹാരകനാണ് നീ. You are a solution to the world. ലോകത്തിന്റെ പ്രശ്ന പരിഹാരമാണ് നീ. You are an encourager for others to the world. ലോകത്തിന് മുഴുവൻ ഉത്സാഹം കൊടുക്കുന്ന വ്യക്തിയാണ് നീ. Oh, that is why we call this joy to the world. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ചകളിൽ ഈ മീറ്റിംഗിനെ സർവ്വജനത്തിനുള്ള സന്തോഷം എന്ന് വിളിക്കുന്നത്. This is for everyone who says Jesus. യേശുവേ അങ്ങന്റെ കർത്താവാണെന്ന് പറഞ്ഞ മുഴുവൻ പേർക്കുമുള്ളതാണിത്. Whenever I am afraid, I will trust in you. You are my hiding Oh, such a place. powerful presence of the Holy Spirit. You always fill my heart With songs all to deliverance. whenever I am afraid. I will trust in you. Father, stretch your hand as everyone is watching. I will trust in you. As you are stretching your hand towards the TV screens, you are stretching your hands. Jesus is touching your hand today. നിങ്ങളിപ്പോൾ തന്നെ ഈ TV സ്ക്രീനിലേക്ക് വിശ്വാസത്താൽ കൈനീട്ടുമ്പോൾ യേശു കർത്താവിനെ സ്പർശിക്കുന്നു. Come on, torch bearers, stretch your hand, everybody. ലോകമെങ്ങും നിന്നുള്ള ടോർച്ച് ബെയറേഴ്സ് നിങ്ങളുടെ കരങ്ങൾ ഒന്ന് നീട്ടിയാട്ടെ. Release all the blessings. ആ അനുഗ്രഹങ്ങൾ ഓരോ മക്കളുടെ മേലും ഇപ്പോൾ തന്നെ റിലീസ് ചെയ്താട്ടെ. Just stretch your hand. ഓ എല്ലാ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും കൈകൾ നീട്ടി. Oh, place your hand wherever you are sick. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് രോഗമോടെ കരം വെച്ചാട്ടെ. Tumors will vanish. ഇപ്പോൾ തന്നെ അത് മാറിപ്പോകും. If you believe. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. If you say, I don't believe, I don't have anything to do. നിങ്ങൾ പറയാണ് ഇതൊക്കെ ചുമ്മാതാ വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല. But those who believe, എന്നാൽ വിശ്വസിക്കുന്നവർ eyesight will be reforced. അതിപ്പോൾ തന്നെ ലഭിക്കും. Now eyesight will be restored. കാഴ്ചയില്ലാത്ത കണ്ണുകൾ ഇപ്പോൾ കാഴ്ച Place പ്രാപിക്കും. your hand wherever you're on your eyes. Creative miracle will happen today. നിങ്ങളുടെ കണ്ണിൽ കാഴ്ച വേണ്ടിയവർ ഇപ്പോൾ തന്നെ കൈവച്ചോ, അവിടെ ഒരു സൃഷ്ടിപ്പിന്റെ അത്ഭുതം നടക്കും. God establishes you and me through the Holy Spirit.
ദൈവം നിങ്ങളെയും എന്നെയും പരിശുദ്ധാത്മാവിലാണ് ഉറപ്പിക്കുന്നത്. Today's signs, wonders and miracle is going to attest what I am saying. ഞാൻ ഇന്ന് പറയുന്നതിനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും എന്നെ യേശു ഉറപ്പിക്കാൻ പോകുന്നു. God is known by His word. God is known by His acts. Both together has now in you. ദൈവം തന്റെ വാക്ക് വചനങ്ങളാൽ അറിയപ്പെടുന്നു. ദൈവം തന്റെ പ്രവൃത്തികളാൽ അറിയപ്പെടുന്നു. വചനവും പ്രവൃത്തിയും ഒരുപോലെ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട നിന്റെ അകത്തുണ്ട്. In the name of Jesus. യേശുവിൻ നാമത്തിൽ. Father, look at everyone who is watching us. പിതാവേ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അവിടുന്ന് കാണുന്നല്ലോ. You are in every home. അങ്ങിപ്പോൾ ഓരോ വീടുകളിലും ഉണ്ട്. You are in every home. ഓരോ കണ്ടുകൊണ്ടിരിക്കുന്ന വീടുകളിലും യേശുവേ അങ്ങുണ്ട്. You are in every home. ഓരോ വീട്ടിലും എന്റെ യേശുവുണ്ട്. Those who say, I trust in you, Jesus. യേശുവേ, ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന ഓരോരുത്തരും You will hold them to yourself. അവരെ അങ്ങയുടെ മാറിലേക്ക് വലിച്ചടിപ്പിക്കും. Only your love can console everybody. അങ്ങയുടെ സ്നേഹത്തിന് മാത്രമേ ഓരോ മക്കളുടെയും ഭാരം മാറ്റാനൊക്കെ. Our words cannot console. ഞങ്ങളുടെ വാക്കുകൾ പരിമിതിയുള്ളതാപ്പാ. But His word, എന്നാൽ അങ്ങയുടെ വചനം, not only His word, വാക്കുകൾ മാത്രമല്ല, His manifestation of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ will draw you close and say, I am your hiding place. ഓ, ആ കർത്താവിലേക്ക് ചാരി പറഞ്ഞ കർത്താവേ, നീയാണ് എന്റെ ആശ്രയം, നീയാണ് In എന്റെ the name of Jesus, യേശുവിൻ നാമത്തിൽ let there be healing right now. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. In the name of Jesus, യേശുവിൻ നാമത്തിൽ. let new doors open. ഇപ്പോൾ തന്നെ പുതിയ In the വാതിലുകൾ name of തുറക്കട്ടെ. Jesus, യേശുവിൻ those നാമത്തിൽ. who are thirsty for more anointing, കൂടുതൽ അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്ന ദാഹിക്കുന്നവർ, Jesus, you are the anointer. കർത്താവേ, നീയാണ് അഭിഷേകം പകരുന്നത്. You will stretch your hand and touch them നീ today. കരം നീട്ടി അവരെ തൊടുമല്ലോ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. I will trust in you. I will trust in you. Oh, Jesus. Amen. Let the weak say I am strong in the strength of the Lord. I will trust in you. Everybody together. എല്ലാവരും ചേർന്ന് പാടാം. Praise you always fill my heart You are the one who with fills us. song. നീയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. And you are giving us songs of deliverance. നീ ഞങ്ങൾക്ക് വിടുതലിന്റെ ഗാനങ്ങൾ തരുന്നതായി പാടുന്നു. Afraid I will ഞാൻ trust ഭയപ്പെടുമ്പോൾ in you. നിന്നിൽ ആശ്രയിക്കുന്നു. I will ഞാൻ trust നിന്നിൽ ആശ്രയിക്കും. Everyone watching me everywhere. എന്നെ കാണുന്ന എല്ലാവരും Come on, open your mouth. വായ് തുറന്ന് പാടാം. Start speaking the Spirit. ആത്മാവിൽ അന്യഭാഷകൾ പ്രാർത്ഥിച്ച് Building up your most നിങ്ങളുടെ holy അകത്തെ faith. മനുഷ്യന്റെ അതിവിശുദ്ധ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് Lord, I will trust. Oh, just open your mouth and say, Jesus, you are my everything. എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, നീ മാത്രമാണ് കർത്താവ് എന്റെ ഹൈഡിംഗ് പ്ലേസ്. നീ എന്റെ ആശ്രയം. Let every unbelief, എല്ലാ അവിശ്വാസങ്ങളും, let every thought and everything contrary to Jesus, let it go today. Jesus. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് ഉയരുന്ന എല്ലാ ആകുല ചിന്തകളും എല്ലാ സങ്കല്പങ്ങളും ഇപ്പോൾ തന്നെ ഇടിഞ്ഞു മാറട്ടെ. Say, Jesus, പറഞ്ഞ യേശുവേ, give me your mind. അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറച്ചു. Give me your mind. അങ്ങയുടെ മനസ്സും ചിന്തയും എനിക്ക് തരണേ. The mind that will always please the Father God. പിതാവാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആ ദിവ്യ മനോഭാവം എനിക്ക് തരണേ. Jesus, യേശുവേ, only you can do it. അങ്ങേക്ക് മാത്രം ചെയ്യാനുള്ളൂ. Holy Spirit, you are the one who regenerates us. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ പുതുക്കാനൊക്കത്തുള്ളൂ. എല്ലാവരും ചേർന്ന് അടിയനിതാ. I